ഹലോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ കുട്ടികളുടെ കാർ സീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ആക്ച്വലി എനിക്കൊരു മോളുണ്ട്. അപ്പം 3 ഇയേഴ്സ് ആവാൻ പോവാണ്. ഞങ്ങൾക്ക് ഈ കാർ സീറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു. ബിക്കോസ് നമ്മുടെ നാട്ടിൽ കാർ സീറ്റ് അങ്ങനെ കാർ സീറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കുക, ഫൈന്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇതുവരെ നടന്നിട്ടുമില്ല. നമ്മുടെ ആർക്കും അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. അപ്പം എന്താ സംഭവിച്ചത്, ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ ശീലിപ്പിച്ചിട്ടുമില്ലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ. മോള് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുക, ബാക്കിൽ ഞാനിരിക്കും, എൻ്റെ മടിയിലിരിക്കും. അങ്ങനെ അപ്പുറത്തോട്ട് പോലും മാറിയിരിക്കാറില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കുഞ്ഞിനൊരു 2 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു സിംഗപ്പൂരിൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ക്യാബ് ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഊബർ പോലെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യാൻ നേരത്ത് അതിനകത്ത് ചോദിക്കും 2 പേരേ ഉള്ളൂ, അഡൾട്ട്സേ ഉള്ളൂ, കുട്ടികളെ ഉള്ളൂ, അങ്ങനെ ചോദിക്കും. അപ്പം ഇനീഷ്യലി ഞങ്ങൾക്ക് മനസ്സിലായില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരുന്നത്. ബട്ട് പിന്നെ ഞങ്ങൾ അഡൾട്ട്സ് മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ കാറാണ് ബുക്ക് ചെയ്തത്. ബട്ട് കാർ വന്നു കഴിഞ്ഞപ്പം കുഞ്ഞിനെ കണ്ട് ആദ്യത്തെ ഒരു 2-3 തവണ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. ബട്ട് ഞങ്ങൾ കുഞ്ഞിനെ എൻ്റെ മടിയിൽ തന്നെയാണ് വെച്ചിരുന്നതുമൊക്കെ. അത് കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിരുന്നേ ഡ്രൈവേഴ്സ്. പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കുറച്ച് പ്രായമുള്ള ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു ഡ്രൈവറായിട്ട്. ഇതുപോലെ തന്നെ ഞങ്ങൾ കുഞ്ഞിനെ മടിയിലെടുത്ത് വെക്കുകയും ചെയ്തു. അപ്പം ഞങ്ങളോട് ആദ്യം ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ബുക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾ കുഞ്ഞുണ്ടെന്ന് മെൻഷൻ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കാർ സീറ്റ് വെക്കണം, കുഞ്ഞിനെ കാർ സീറ്റിലല്ലാതെ നിങ്ങൾക്ക് ഇരുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഗ്രാജുവലി എല്ലായിടത്തും പറയുന്നത് പോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പ്രശ്നമില്ല, കുഴപ്പമില്ല, ഞാൻ മടിയിലിരുത്തിക്കോളാം എന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷേ പുള്ളി പറഞ്ഞു പുള്ളിക്ക് അത് പ്രോബ്ലമാണ്, കാർ സീറ്റിൽ തന്നെ ഇരുത്തണം കുഞ്ഞിനെ, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എന്ത് ചെയ്ത് കാറിൻ്റെ ബൂട്ട്സിൽ നിന്ന് കാർ സീറ്റ് എടുത്ത് ഫിക്സ് ചെയ്ത് തന്നു കേട്ടോ. പക്ഷേ കുഞ്ഞിരിക്കത്തില്ലല്ലോ, നമ്മൾ ഇരുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ കുഞ്ഞാണെങ്കിൽ അതിൽ ഇരിക്കാൻ താല്പര്യമേ കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, കരച്ചിലോട് കരച്ചിൽ. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ആ ഒരു ട്രിപ്പിന് പോയതല്ലേ, ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പോകുന്ന ഒരു ട്രിപ്പും കൂടെ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആകെ ഒരു സ്പോയിലർ പോലെ ആയി. അപ്പോഴത്തേക്കിന് എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഡ്രൈവറിനോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, കുഞ്ഞിനെ അങ്ങനെ ശീലിപ്പിച്ചിട്ടില്ല. അന്നേരം പുള്ളി പറഞ്ഞു, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കാർ സീറ്റിൽ ഇരുത്തി കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. പക്ഷെ കുഞ്ഞിന് ചെറുതായിട്ട് ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇരിക്കാനേ താല്പര്യമില്ല, പിന്നെ ഉറക്കവും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായി. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രശ്നമൊക്കെ ആയി. ഞാൻ തന്നെ പിന്നെ എടുത്ത് കുറേ നേരം ഇരുത്തിയിട്ട് പിന്നെ ഞാൻ പതുക്കെ മടിയിലോട്ട് എടുക്കുമായിരുന്നു. അപ്പം ഡ്രൈവർ വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. പുള്ളി പറഞ്ഞു പോലീസ് പിടിച്ചാൽ ഫൈൻ അടയ്ക്കേണ്ടി വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ അത് ഫോളോ ചെയ്യാത്തത്, നമ്മളിവിടെ ഫോളോ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞിരുന്നേനെയല്ലോ, നമ്മൾ ഇതുപോലെ ഫൈന് അടയ്ക്കേണ്ടി വരുമോ അല്ലെങ്കിൽ പോലീസ് പിടിച്ച് പറയുമോ, അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മളിവിടെ ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കുഞ്ഞതിലിരുന്നേനെയല്ലോ. പിന്നെ കുഞ്ഞിനെ അത് ഇരിക്കുന്നില്ല, നമ്മുടെ താല്പര്യമില്ല, അത് മാത്രമല്ലല്ലോ കുഞ്ഞിൻ്റെ സേഫ്റ്റി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഓർത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു എക്സ് കൊളീഗ് ഉണ്ടായിരുന്നു. എക്സ് കൊളീഗ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഇയേഴ്സ് ബാക്ക്, ഒരു 10 ഇയേഴ്സ് ബാക്ക് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുണ്ട്. സോ വാട്ട് ഹാപ്പൻഡ് ഇസ്, അവർ ബൈപ്പാസിൽ എവിടെയോ പൊക്കോണ്ടിരുന്ന സമയത്ത് അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേരും ഫ്രണ്ടിലായിരുന്നിരുന്നത്. അവർക്ക് 2 പേർക്കും സിവിയറായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അവർക്ക് 2 പേർക്കും ഫേസ് ഒക്കെ ഡീഫോം ആയിപ്പോയി, 2 പേർക്കും. പക്ഷെ താങ്ക് ഗോഡ് 2 കുട്ടികൾക്കും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അത് എപ്പോഴും ആ ചേച്ചി പറയാറുണ്ടായിരുന്നു, 2 പേർക്കും ഒന്നും പറ്റാത്തതിൻ്റെ കാരണം 2 പേരും കാർ സീറ്റിലായിരുന്നു. അപ്പം ഇത് ആക്സിഡൻറ്റ് ഉണ്ടായപ്പോൾ കാർ സീറ്റ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വീണത് ഇങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ അതിൻ്റെ അടിയിലായിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദേ വർ സേഫ്, പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ കാർ സീറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല കമ്പനിയുടെ നല്ല ബ്രാൻഡിൻ്റെയൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇതൊക്കെ വെച്ചാണ് അവർ അതുണ്ടാക്കിയേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഉടനെ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാർ സീറ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാർ സീറ്റ് വാങ്ങിച്ച് കാറിൽ വെച്ച് ഞാൻ കുഞ്ഞിനെ അതിലിരുത്തിയാണ്. ഇപ്പം കുഞ്ഞ് അതിലിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് അതിലിരുന്നാൽ നമ്മളത് പറഞ്ഞ് ശീലിപ്പിച്ചാലല്ലേ കുട്ടികൾ അതിലിരിക്കുകയുള്ളൂ. ഫസ്റ്റ് തിങ് ഇസ് സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ
രണ്ടാമത്തെ കാര്യം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലൈക്ക് കുഞ്ഞുങ്ങൾ കാറിനകത്ത് ഇപ്പം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഇരിക്കത്തില്ല. കാർ ഓടിക്കുന്ന ആൾ പല സിറ്റുവേഷൻസിലും ആയിരിക്കും കാർ ഓടിച്ചുകൊണ്ട് പോകുന്നത്. ബ്രേക്ക് ചെയ്യേണ്ടി വരും, അതിൻ്റെ ഇടയ്ക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് കാണും, അങ്ങനെ കുറേ കാണും. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഓടിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്, ഇടിക്കാൻ ചാൻസ് ഉണ്ട്, ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിലും പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി ആ ഒരു ചെറിയൊരു ഒരു അഡ്വൈസും കൂടാണ് എല്ലാ പേരൻസിനും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിലേ മുതൽ നിങ്ങൾ മാക്സിമം കാർ സീറ്റിൽ ഇരുത്തി ശീലിപ്പിക്കുക. ദേ ആർ പ്രൊട്ടക്റ്റഡ്. അത് മാത്രമല്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ മടിയിൽ കാറിലിരിക്കുമ്പോൾ എനിക്കും കൂടെ ടെൻഷനാണ്. അത് ഞാനും പിടിക്കുകയും വേണം. ഞാനും പിടിച്ച് ഞാൻ അത്രയും സേഫായിട്ടിരുന്നാൽ മാത്രമേ കുഞ്ഞിനെ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ. സോ റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് കുഞ്ഞായിട്ടിരിക്കുമ്പം തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കുഞ്ഞിനെ കാർ സീറ്റിലിരുത്തി അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്കും മനസ്സിലാവട്ടെ. അത് വീഴത്തില്ല, നമുക്കും അത് സേഫാണ്. അപ്പം അത് ആ ഒരു എൻ്റെ കുഞ്ഞ് കാറിലിരുന്ന് ഈ പറയുന്ന പോലെ കാർ സീറ്റിൽ സീറ്റ് ബെൽറ്റൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കും ഒരു ഹാപ്പിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് നമുക്കും ഒരു ടെൻഷൻ ഇല്ലാതെ പോവാം, വണ്ടി ഓടിച്ച് പോകാം, ഷീ ഈസ് സേഫ് എന്നൊരിത് എപ്പോഴും നമുക്ക് മനസ്സിൽ കാണും. അപ്പം എനിക്ക് ആക്ച്വലി ഈ ഒരു ബോധം ഉണ്ടായത് ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പം അങ്ങനെ പുറത്തൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. പുറത്തൊക്കെ എല്ലാം ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള രീതിയാണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ലൈക്ക് അവരുടെ കിഡ്സ് വെരി സേഫ്. അപ്പം അന്നേരം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് US-ലുണ്ട്. അപ്പോൾ US-ലുള്ള ഒരു ഫ്രണ്ട് എൻ്റെ മെറ്റർണിറ്റി ടൈമിൽ തന്നെയായിരുന്നു അവളുടെ മെറ്റർണിറ്റി ടൈം. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം നമുക്ക് ഈ ക്രിബിൽ കുഞ്ഞുങ്ങളെ ബർത്ത് കഴിഞ്ഞ് കിടത്തുക എന്ന് പറയുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റ് പോലെ, അമ്മയുടെ കയ്യിൽ നിന്ന് മാറ്റി കിടത്തുന്ന പോലെയാണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്താ ചെയ്യുന്നത്, കുഞ്ഞിനെ മാറ്റിക്കിടത്തണം. അതിനോട് ഇപ്പോഴും എനിക്കങ്ങോട്ട് വലിയ യോജിപ്പില്ല കേട്ടോ. അപ്പം ബട്ട് അവൾ എന്നോട് ഈ കാർ സീറ്റിനെ പോലെ തന്നെ പറഞ്ഞു. അവൾ പറഞ്ഞതിൽ കുഞ്ഞുണ്ടാവുന്നതിന് തൊട്ടും മുന്നേ അവരുടെ മിഡ് വൈഫൊക്കെ നോക്കുന്ന ഒരു കാര്യത്തിൽ കാർ സീറ്റ് ഉണ്ടോ എന്ന് നോക്കും. കുഞ്ഞിനെ കൊണ്ടുപോകാനും ക്യാരി ചെയ്യാനും നമ്മുടെ കാറിൽ കാർ സീറ്റ് ഉണ്ടോ, പിന്നെ വീട്ടിൽ ക്രിബുണ്ടോ, ഇതൊക്കെ അവർ ചെക്ക് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പെട്ടെന്ന് ഇത് ഓർത്തത്. എനിക്ക് ക്രിബിൽ കിടത്തുന്നത് ഇവിടെ കണ്ടോ, ബാക്കിലൊരു ക്രിബുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ടെന്നല്ലാതെ അതിൽ കിടക്കത്തൊന്നുമില്ല കേട്ടോ. താല്പര്യമൊന്നുമില്ല അതിൽ കിടക്കാൻ. എനിക്കും പിന്നെ ഇങ്ങനെ എൻ്റെ കൂടെ കിടന്ന് ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഇപ്പോഴും മാറി കിടക്കത്തില്ല. ഞങ്ങൾ ബെഡിലൊന്നും സ്ഥലമില്ല കേട്ടോ. മോള് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോക്ക് കറങ്ങുന്ന പോലെയാണ്. നമ്മൾ കിടത്തുന്ന പോലെയല്ല പിന്നെ കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒതുങ്ങി കൂടി ഒരു മൂലയ്ക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കിടക്കുമെന്നല്ലാതെ കക്ഷി ഇങ്ങനെ കറങ്ങിയാണ് കിടക്കുന്നത്. ബട്ട് എന്തോ ഒരു ഇമോഷനാണ്, ഒരു അറ്റാച്ച്മെൻ്റാണ്. എനിക്ക് ക്രിബി കിടത്താൻ അങ്ങനെ ചുമ്മാ ഇരുത്തും, കളിക്കും. ആൾക്കും അങ്ങനെ കിടക്കാൻ താല്പര്യമില്ല. പക്ഷെ അതിനോടുള്ളൊരിത് എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പം കം ടു ദ പോയിൻറ്റ്. കാർ സീറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും മാക്സിമം കാർ സീറ്റിൽ ഇരുത്തി തന്നെ കുഞ്ഞിനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അതിലിരുന്ന് അവർ കളിച്ചോട്ടെ, അതിലിരുന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവർ ചെയ്തോട്ടെ. ബട്ട് ബക്ലപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇരുത്തുക. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസും അത് കാരണം ഉണ്ടായ ഒരു ബോധവും ഞങ്ങൾ കാർ സീറ്റ് വാങ്ങിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ എനിക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പം താങ്ക് യു, ബൈ.